എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ശരിക്കും കൗതുകം നിറഞ്ഞൊന്നാണ്: മെഡിക്കൽ ജ്യോതിഷം. അതായത് ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മുടെ ആരോഗ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുരാതന ശാസ്ത്രം. നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. അപ്പോ നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ജാതകം, അത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? അതായത് ജനനസമയത്തെ ഗ്രഹനില നോക്കി നമ്മുടെ ഹെൽത്തിനെപ്പറ്റി പറയാൻ പറ്റുമോ? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. മെഡിക്കൽ ജ്യോതിഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്നോ? വളരെ സിമ്പിളാ. ആകാശത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു കണക്ഷനുണ്ട് എന്നതാണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം കോസ്മിക് ചെക്കപ്പ് പോലെയാണ്. അപ്പോ കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഈ മെഡിക്കൽ ജ്യോതിഷം? ഇത് വൈദിക ജ്യോതിഷത്തിന്റെ തന്നെ ഒരു ശാഖയാണ് കേട്ടോ. ഗ്രഹങ്ങള്, രാശികൾ, പിന്നെ നമ്മുടെ ശരീരം, ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങളെ അല്ലെങ്കിൽ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. ഒരു ജാതകം അനലൈസ് ചെയ്യുന്നതിന്റെ അടിത്തറ തന്നെ ഇവയാണ്. അതെ, ഈ 3 എണ്ണമാണ് ആ അടിസ്ഥാന ശിലകൾ: ഗ്രഹങ്ങൾ, രാശികൾ, പിന്നെ ഭാവങ്ങൾ. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ഗ്രഹങ്ങൾ. നമുക്കിങ്ങനെ ചിന്തിക്കാം: ഇതൊരു വലിയ നാടകമാണെങ്കിൽ അതിലെ പ്രധാന അഭിനേതാക്കളാണ് ഈ 9 ഗ്രഹങ്ങൾ. ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായൊരു എനർജിയുണ്ട്. ആ എനർജിക്ക് നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇവിടെ നോക്കൂ. ചില പ്രധാന ഗ്രഹങ്ങളെയും അവയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെയും കാണാം. ഉദാഹരണത്തിന് സൂര്യൻ പിതൃകാരകനാണ്, അഗ്നിതത്വമാണ്. അതേസമയം ചന്ദ്രൻ മാതൃകാരകനും ജലതത്വവുമാണ്. അപ്പോൾ ഒരാളുടെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ ഈ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തത് രാശികൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രഹങ്ങൾ അഭിനേതാക്കളാണെന്ന്. അങ്ങനെയെങ്കിൽ അവർക്ക് അഭിനയിക്കാനുള്ള സ്റ്റേജാണ് ഈ 12 രാശികൾ. ഓരോ രാശിക്കും അതിൻ്റേതായ സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാധീനത്തിന് മാറ്റം വരും. ഇനി മൂന്നാമത്തത് ഭാവങ്ങൾ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജനിക്കുന്ന സമയത്ത് ആകാശത്തെ 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയെ നമുക്ക് ജീവിതത്തിലെ 12 മുറികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓരോ ഭാവവും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്: നമ്മുടെ വ്യക്തിത്വം, ആരോഗ്യം, ബന്ധങ്ങൾ, അങ്ങനെയെല്ലാം. ശരി, അപ്പോൾ ഈ ഗ്രഹങ്ങളും രാശികളും ഭാവങ്ങളുമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുന്നത്? അതാണ് അടുത്ത രസകരമായ കാര്യം. ഇതൊരു തരം സ്റ്റാർ മാപ്പ് പോലെയാണ് നമ്മുടെ ശരീരത്തിന്. അതെ, ഈ സിസ്റ്റം പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ ഒരു രാശിചക്രത്തിന്റെ ഭൂപടമാണെന്നാണ്. ഓരോ ഭാവത്തിനും നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗവുമായി നേരിട്ട് ബന്ധമുണ്ട്. ഇതൊന്ന് നോക്കൂ. 1-ാം ഭാവം, അതായത് ലഗ്നം, നമ്മുടെ തലയെയും മുഖത്തിന്റെ മുകൾ ഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ 6-ാം ഭാവം കുടലിനെയും 12-ാം ഭാവം പാദങ്ങളെയും. കണ്ടില്ലേ? ഇങ്ങനെ ജാതകത്തിലെ ഓരോ ഭാവവും ശരീരത്തിലെ ഓരോ ഭാഗവുമായി നേരിട്ട് കണക്റ്റഡാണ്. ഇനി ഇതിന് ആയുർവേദവുമായിട്ടും ഒരു ബന്ധമുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ത്രിദോഷങ്ങളെക്കുറിച്ച്, അല്ലേ? വാദം, പിത്തം, കഫം, ഈ 3 ഊർജ്ജങ്ങളെയും ഓരോ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശനിയും രാഹുവും വാദത്തെയും, സൂര്യനും ചൊവ്വയും പിത്തത്തെയും, ചന്ദ്രനും വ്യാഴവുമൊക്കെ കഫത്തെയും സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളുടെ ഹെൽത്ത് ചാർട്ട് എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം. 6, 8, 12 ഈ 3 നമ്പറുകൾ ഒന്ന് ഓർത്തു വെച്ചോളൂ. കാരണം മെഡിക്കൽ ജ്യോതിഷത്തിൽ ഈ 3 ഭാവങ്ങൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, ഈ ഭാവങ്ങളെ വിളിക്കുന്നത് തന്നെ രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഭാവങ്ങൾ എന്നാണ്. അതായത് രോഗസ്ഥാനം, ദുരിതസ്ഥാനം, വ്യയസ്ഥാനം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായും ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഒരു ഹെൽത്ത് ചാർട്ട് വായിക്കുന്നത് സാധാരണയായി 4 സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്, ലഗ്നവും ലഗ്നാധിപനെയും നോക്കി ഒരാളുടെ ജനറൽ വൈറ്റാലിറ്റി അല്ലെങ്കിൽ ഊർജ്ജസ്വലത മനസ്സിലാക്കൂ. രണ്ടാമത്, മാനസികാരോഗ്യത്തിന് എപ്പോഴും ചന്ദ്രന്റെ സ്ഥാനമാണ് നോക്കുന്നത്. മൂന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 6, 8, 12 ഭാവങ്ങളെ വിശദമായി പരിശോധിക്കും. അവസാനം, ഇപ്പോൾ ഏത് ദശാകാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് നോക്കും. കാരണം ആ സമയത്ത് ഏത് ഗ്രഹത്തിന്റെ എനർജിയാണ് ആക്റ്റീവായിട്ടുള്ളത് എന്ന് അതിൽ നിന്നാണ് മനസ്സിലാവുക. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ അസുഖങ്ങളുമായിട്ടാണ് സാധാരണയായി ബന്ധപ്പെടുത്തി കാണുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫിസിക്കൽ അസുഖങ്ങളുമായിട്ട് ബന്ധമുള്ള ഗ്രഹങ്ങളെ പരിചയപ്പെടാം.
ഉദാഹരണത്തിന് സൂര്യന് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ, എല്ലുരോഗങ്ങൾ, തലവേദന എന്നിവയുമായിട്ടാണ് ബന്ധം. ഇനി ചൊവ്വയാണെങ്കിൽ ഇൻഫ്ലമേഷൻ, സർജറി, മുറിവുകൾ ഇതിൻ്റെയൊക്കെ കാരകനാണ്. ശനിയാണെങ്കിൽ സാധാരണയായി വാതരോഗങ്ങൾ, സന്ധിവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, ഇനി ശാരീരികം മാത്രമല്ല മാനസികവും സിസ്റ്റമിക്കായതുമായ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെ നോക്കാം. ഇതിലേറ്റവും പ്രധാനം ചന്ദ്രനാണ്. മനസ്സിന്റെ കാരകനായതുകൊണ്ടുതന്നെ മാനസിക രോഗങ്ങൾ, പിന്നെ സ്ത്രീ സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ചന്ദ്രനുമായി ബന്ധപ്പെടുത്താറുണ്ട്. ബുധൻ ത്വക്ക് രോഗങ്ങളെയും സംസാര വൈകല്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. രാഹു കുറച്ചുകൂടി സങ്കീർണമാണ്. എക്സീമ, അപസ്മാരം, ഫുഡ് പോയ്സണിംഗ് പോലെ പെട്ടെന്ന് വരുന്നതും കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുമായ രോഗങ്ങളൊക്കെ രാഹുവുമായി ബന്ധപ്പെടുത്താറുണ്ട്. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ പുരാതന കോസ്മിക് മാപ്പുകൾക്ക് ഈ പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാൻ സാധിക്കുമോ? ഒരുപക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ളൊരു ബന്ധം നമുക്കും ഈ നക്ഷത്രങ്ങൾക്കുമിടയിലുണ്ടോ? ഈയൊരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.